بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. അഭിവന്ദ്യനായ അധ്യക്ഷൻ, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, ദമാം ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ആദർശ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിന് ആദ്യമായി സർവശക്തനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുഖ്യമായ ആദർശം തൗഹീദാണ്. ഈ ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും പ്രധാനമായും പ്രബോധനം ചെയ്തതും തൗഹീദ് തന്നെയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ അജണ്ടയും ഇക്കാരണത്താൽ തൗഹീദാണ്. എന്തുകൊണ്ട്? ഈയൊരു പ്രാധാന്യം ഈ വിഷയത്തിന് നൽകപ്പെടുന്നു എന്നതാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും എന്നെ മാത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യർ മറ്റു മനുഷ്യരെയോ ജിന്നുകളെയോ മറ്റേതെങ്കിലും സൃഷ്ടികളെയോ ആരാധിക്കുവാനോ വിളിച്ചു തേടാനോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. മനുഷ്യവർഗവും ജിന്ന് വർഗവുമൊക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ സൃഷ്ടിപരമായ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിധാനം. ഇതുകൊണ്ടാണ് ആദ്യമായും പ്രധാനമായും പ്രവാചകന്മാരൊക്കെ അവരുടെ സമൂഹത്തെ ഇതിലേക്ക് ക്ഷണിച്ചത്.
ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തായ തൗഹീദിൻ്റെ ആദർശം സ്വീകരിക്കാത്ത ആളുകൾക്ക് ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും മോക്ഷമില്ലെന്നാണ് ഖുർആൻ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പൂർവകാല വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ, ഈ ഭൂമിയെ അനന്തരമെടുക്കുവാൻ അനുവാദവും അധികാരവും നൽകിയ പോലെ അവൻ നിങ്ങൾക്കും ഭൂമിയെ അനന്തരമെടുക്കുവാനുള്ള അനുവാദാധികാരങ്ങൾ നൽകും. നിങ്ങളുടെ ഈ ആദർശത്തിനവൻ സ്വാധീനമുണ്ടാക്കിത്തരും. നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം സമാധാനം പ്രദാനം ചെയ്യും. അതിനുള്ള ഏക കണ്ടീഷൻ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അവർ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ ഭൂമിയെ അനന്തരമെടുക്കുവാനുള്ള അധികാരമുള്ളത്. അവരുടെ ഈ ആദർശത്തിനാണ് വേരോട്ടമുണ്ടാവുന്നത്. അവർക്കാണ് സമാധാനവും രക്ഷയുമുള്ളത് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഇത് നൂഹ് നബിയുടെ കാലം തൊട്ട് ഇന്നോളമുള്ള മാനവതയുടെ ചരിത്രത്തിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഖുർആൻ ആ കാര്യം എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ഉൾക്കൊള്ളാത്ത ആളുകൾ, അവരോട് അത് സ്വീകരിക്കണം, അതിലാണ് നിങ്ങളുടെ രക്ഷ എന്ന് 1000ഓളം വർഷം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് സ്വീകരിക്കാത്ത ആളുകളോട് അള്ളാഹുവിൻ്റെ ആജ്ഞ വരുന്നത് എൻ്റെ വായു ശ്വസിക്കാനും എൻ്റെ വെള്ളം കുടിക്കാനും എൻ്റെ ധാന്യങ്ങൾ ഭുജിക്കാനും എൻ്റെ ഭൂമിയിൽ ജീവിക്കാനും നിങ്ങൾക്ക് അർഹതയില്ല, അതും മതി എന്നാണ് അള്ളാഹു പറയുന്നത്. ആ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഖേദിച്ചു പശ്ചാത്തപിച്ചു മടങ്ങുക, പൊറുക്കലിനെ തേടുക. അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. ശിർക്കിൽ നിന്ന് മടങ്ങുക, തൗഹീദിലേക്ക് ഉൾക്കൊള്ളുക, ഏകദൈവ വിശ്വാസം. എങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹമായ മഴ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. നിങ്ങൾക്ക് സന്താനങ്ങളെയും സമ്പാദ്യങ്ങളെയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരും. ഭൗതികമായ അനുഗ്രഹങ്ങൾ, സാമ്പത്തികമായ സുഭിക്ഷത, നിങ്ങൾക്ക് സന്താന ഭാഗ്യം, ജീവിതത്തിൽ അഭിവൃദ്ധി, ഇത് വേണോ? അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. ഇത് കേൾക്കാത്ത ആളുകൾ, അവരാണ് ആ പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നത്. തലമുറ മാറി വരുമ്പോൾ ഹൂദ് നബിയുടെ ജനതയിലും സാലിഹ് നബിയുടെ ജനതയിലും അങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും ഉദ്ധരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഈ ദുനിയാവിൽ തന്നെ ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ അർഹതയില്ല എന്ന് ചരിത്രം തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന്
നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആളുകൾ പരീക്ഷണാർത്ഥം അള്ളാഹുവിങ്കിൽ നിന്ന് എന്തെങ്കിലും ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്നിരിക്കട്ടെ, ഇനി അതല്ല അള്ളാഹു അത് തടഞ്ഞുവെന്നിരിക്കട്ടെ, ഈ ജീവിതം കഴിഞ്ഞു പോയാൽ നാളെ ശാശ്വത ജീവിതത്തിൽ അവൻ്റെ അവസ്ഥ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. തൗഹീദില്ലാത്ത ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹുന്നാർ, നരകമാണ് അവൻ്റെ അഭയം, അവൻ്റെ മടക്കസ്ഥാനം നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, ശിർക്ക് ചെയ്യുന്ന അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയെയും ലഭിക്കുകയുമില്ല. അപ്പോൾ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് അനുവാദമില്ല, ധാർമ്മികമായി അവകാശവും ഇല്ല. മരിച്ചു ചെന്നാൽ ശാശ്വത ജീവിതത്തിൽ പരലോകത്ത് അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമുമാണ്. എങ്കിൽ ഇതല്ലേ ഒരു മതപ്രബോധകൻ ആദ്യം ആളുകളോട് പറയേണ്ടത്? അതുകൊണ്ടാണ് ഭൂമുഖത്ത് വന്ന അള്ളാഹുവിൻ്റെ ദൂതന്മാരൊക്കെ ഇതാദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പിൻഗാമികൾ ഇക്കാര്യം ജനങ്ങളോട് ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയിൽ ഇതിന് ഒന്നാം സ്ഥാനം നൽകുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം പറയുമ്പോൾ പ്രഥമമായും പ്രധാനമായും തൗഹീദിന് സ്ഥാനം നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ആദർശ സമ്മേളനത്തിലും ഈ കാര്യം പറയാതെ പോയാൽ ആത്മാവ് നഷ്ടപ്പെട്ടതാകുമോ നമ്മുടെ ആദർശ സമ്മേളനമെന്ന് കരുതി ഈ വിഷയം സംസാരിക്കാൻ ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഉത്ബുദ്ധമായ ഈ സദസ്സിൻ്റെ മുമ്പിൽ ഞാൻ പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഗൗരവം ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. എന്താണ് തൗഹീദ്? നാം കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, ഉൾക്കൊണ്ടു, ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എപ്പോഴും മനുഷ്യനെ അവൻ്റെ ആജീവനാന്ത ശത്രുവായ പിശാച് അകറ്റാൻ ശ്രമിക്കുന്നത് ഈ തൗഹീദിൽ നിന്നാണ്. അവനെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ശിർക്കിലേക്കാണ്. അത് സംഭവിച്ചാൽ അവൻ വിജയിച്ചു, മനുഷ്യൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിരന്തരമായി തൗഹീദിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടന്നുകൊണ്ടേയിരിക്കണം. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടനായ അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കാൾ തൗഹീദിൻ്റെ കാവലാളായി മറ്റൊരാളെ നമുക്ക് എടുത്തു പറയാനുണ്ടോ? ചെറുപ്പത്തിലെ വിവരവും വിവേകവും നൽകപ്പെട്ട ഇബ്രാഹിം നബി ബിംബങ്ങളെ നിർമ്മിച്ച് ആ ബിംബങ്ങളോട് പ്രാർത്ഥിച്ച് അവയെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ പുത്രൻ, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനെതിരിൽ പിതാവിനോട് സംവദിക്കുകയും സംവാദം നടത്തുകയും ചെയ്ത ഇബ്രാഹിം നബി, ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടിയ പിതാവ് ആ മകനോട് പറഞ്ഞു, ലഅർജുമന്നക വഹ്ജുർനി മലിയ, നീ വീട് വിട്ട് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലുമെന്ന്. ഇബ്രാഹിം നബി ഭീഷണിക്ക് വഴങ്ങി വീട്ടിൽ നിന്നിറങ്ങി. പക്ഷെ തൗഹീദ് വിട്ടില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി അവരോട് പറഞ്ഞു,
അവർ പൂജിക്കുന്ന നക്ഷത്രങ്ങളെ, ചന്ദ്രനെ, സൂര്യനെയൊക്കെ ചൂണ്ടി ഇവയൊന്നും ദൈവമല്ല, ഇവക്കൊന്നും ദൈവമാകാൻ അർഹതയില്ല, അവ പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, സഹായിക്കില്ല, അവയോട് സഹായം ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ, അവക്ക് നേർച്ചയർപ്പിക്കാൻ, അവയെ ആരാധിക്കാൻ പാടില്ല, അത് ശിർക്കാണെന്ന് അദ്ദേഹം യുക്തിയുക്തം സമർത്ഥിച്ചു. പക്ഷേ ആ ആളുകൾ അത് ചെവിക്കൊണ്ടില്ല. പലതരത്തിലുള്ള സംഭവങ്ങളുമുണ്ടായി. ക്രിയാത്മകമായി ഇബ്രാഹിം നബി അതവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം അദ്ദേഹം തൗഹീദിനു വേണ്ടി വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട പോലെ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹം സുരക്ഷിതനായി നാട് വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മക്ക മണലാരണ്യത്തിൽ വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിശുദ്ധ കഅബാലയം, തൗഹീദിൻ്റെ ഗേഹം, അള്ളാഹുവിനെ ആരാധിക്കുവാൻ സ്ഥാപിക്കപ്പെട്ട ഭൂമിയിലെ ഒന്നാമത്തെ ഭവനം അത് അദ്ദേഹം നിർമ്മിക്കുന്നത്. ആ ഇബ്രാഹിം നബി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്ന്. ഞാൻ ഈ സംഭവം പറഞ്ഞത് ഇതിൽ നമുക്ക് പാഠമുണ്ട്. എന്തിനാണ് ഈ തൗഹീദ് തന്നെ എപ്പോഴും പറയുന്നു? എന്തിനാണ് ഈ തൗഹീദിൻ്റെ പേരിൽ ചില വാഗ്വാദങ്ങൾ, വിവാദങ്ങൾ? കുറച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അത് കണ്ണു ചിമ്മിയാൽ പോരെ. അതിൻ്റെ പേരിൽ തർക്കം, വഴക്കുകൾ, കക്ഷിത്വങ്ങൾ, ഇതൊക്കെ വേണോ എന്ന ഒരു ചിന്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവയുടെ പൊരുൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തതിൻ്റെ പേരിൽ പലരുടെയും മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരം പ്രചാരവേലകൾ തൗഹീദിൻ്റെ മഹത്വം ഉൾക്കൊള്ളാത്തവർ നടത്തുക വഴി നമ്മുടെ മനസ്സിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത്. ഇബ്രാഹിം നബിയേക്കാൾ വലിയ ഒരാളില്ലല്ലോ. ഇബ്രാഹിം നബിയേക്കാൾ തൗഹീദിന് ത്യാഗം ചെയ്തവരില്ലല്ലോ. ഇബ്രാഹിം നബിയേക്കാൾ ശിർക്ക് തുടച്ചു നീക്കാൻ പരിശ്രമിച്ച മറ്റൊരാളെ നമുക്ക് പറയാനില്ലല്ലോ. ആ ഇബ്രാഹിം നബിയിൽ നമുക്ക് മഹത്തായ മാതൃകയുണ്ടെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണല്ലോ. ആ ഇബ്രാഹിം നബിയാണ് വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നീ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, തൗഹീദിൻ്റെ സ്ഥാപകനാണ്, കഅബ നിർമ്മിച്ചവനാണ്, ബിംബങ്ങൾ തച്ചുടച്ചവനാണ്, അതിൻ്റെ പേരിൽ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടവനാണ്. എൻ്റെ വിശ്വാസത്തിലേക്ക് ശിർക്ക് വരില്ല, ഞാൻ അതിനെപ്പറ്റി സംശയിക്കേണ്ടതില്ല എന്ന ധൈര്യത്തിലിരിക്കുകയല്ല ചെയ്യുന്നത്. ശിർക്കിനെതിരിലുള്ള ഈ ജാഗ്രത, അതാണ് യാക്കൂബ് നബിക്ക് മരണമാസന്നമായപ്പോൾ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് സ്വത്ത് ഭാഗിക്കേണ്ടത് എങ്ങനെ എന്ന് കുട്ടികളോട് പറയുകയല്ല ചെയ്തത്. നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, തൻ്റെ മക്കളോട് അദ്ദേഹം പറയുന്നത്, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ മക്കളെ, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്തിനെയാണ് ആരാധിക്കുക? ആരോടാണ് വിളിച്ചു തേടുക? ഇതാണ് ആ പിതാവിന് അറിയേണ്ടത്. തൻ്റെ മക്കൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമോ? ശിർക്കിലേക്കെങ്ങാനും വഴുതി വീഴുമോ? ആ ചോദ്യത്തിൻ്റെ മറുപടി കേൾക്കാനാണ്, അത് ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യാനാണ് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നത്. മഹാനായ ലുഖ്മാൻ്റെ ചരിത്രം ഖുർആൻ സൂറത്ത് ലുഖ്മാൻ എന്നൊരധ്യായത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
എന്താണ് അതിലൂടെ എടുത്തു പറയുന്നത്? തൻ്റെ മകനെ വിളിച്ച് മകന് നൽകുന്ന ഉപദേശം. നമുക്കും മക്കളുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് നാട്ടിൽ പാലായിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ വല്ല എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി ചേർത്തി ഒരുപക്ഷെ എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്ത് MBBSനോ എൻജിനീയറിങ്ങിനോ അഡ്മിഷൻ കിട്ടി. ആ കുട്ടിക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ മോൻ നല്ലവണ്ണം പഠിക്കണം, റാങ്ക് മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. തൻ്റെ മകനോട് ആദ്യമായി പറയേണ്ടത് യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലളുൽമുൻ അളീം. എൻ്റെ മോനെ, നീ ശിർക്ക് ചെയ്യരുത്. ഇത് ഭയങ്കരമായ പാപമാണ്, പൊറുക്കപ്പെടാത്ത മഹാപാപമാണ്. ഇതാണ് ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞത്. എനിക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം ഉദ്ദേശിച്ച് മക്കളെ പേരുകേട്ട ചില കലാലയങ്ങളിൽ കൊണ്ടുപോയാക്കി മടിയിൽ ബിംബം വെച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന തൗഹീദി കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന മകനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഉയർന്ന ബിരുദം നേടണമെന്നുദ്ദേശിച്ച് പറഞ്ഞയച്ച സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അന്യമതക്കാരിയായ ഒരു പെൺകുട്ടിയെ കൂട്ടി എവിടെയോ ഒളിച്ചോടിയ മകനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിയ മകളെപ്പറ്റി കേട്ടിട്ടുണ്ട്. വിശ്വാസം നഷ്ടപ്പെടുന്നു, സംസ്കാരം നഷ്ടപ്പെടുന്നു. ഇതിലേറ്റവും പ്രധാനം ലുഖ്മാൻ പഠിപ്പിച്ച ആദർശമാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലളുൽമുൻ അളീം. മഹാനായ റസൂലുള്ള തന്നെ തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചത് മരണസമയത്ത് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതരും ക്രൈസ്തവരും അള്ളാഹു അവരെ ശപിക്കട്ടെ, അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി അവർ മാറ്റി. അലാ, അറിയുക, ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്. എൻ്റെ ഖബറിനെ നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്ന, നേർച്ചയാക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ നൽകിയിട്ടുള്ള ഉപദേശം ഇപ്രകാരമാണ്: ശിർക്ക് മുവഹിദുകളായ നിങ്ങളിലേക്ക് ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി അരിച്ചു വരും. കാണില്ല, അറിയില്ല. അത് നിങ്ങളിൽ കയറി, ഉറുമ്പ് ശരീരത്തിൽ കയറി നിങ്ങളെ കടിച്ച് വേദനിപ്പിക്കുമ്പോഴേ അറിയൂ എന്ന പോലെ ശിർക്ക് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കലർന്നതിന് ശേഷമേ നിങ്ങൾ അറിയൂ. ഇത് വരാതിരിക്കാൻ ജാഗ്രത വേണം. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി മുതൽക്ക് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരൊക്കെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ശിർക്കിനെതിരിലാണ്, തൗഹീദിൻ്റെ വിഷയത്തിലാണ് ജാഗ്രത കൈക്കൊണ്ടത്. ഈ ഒരു ജാഗ്രത ഞാനും നിങ്ങളും കൈക്കൊള്ളണം. തൗഹീദ് നഷ്ടപ്പെട്ട, ശിർക്കും തൗഹീദും കുഴാമറിഞ്ഞ് കിടക്കുന്ന ഒരാദർശം അതില്ല. അത് നമ്മെ രക്ഷിക്കില്ല. അതിനെതിരിലുള്ള ഗൗരവതരമായ
മുന്നറിയിപ്പ് നാം ഉൾക്കൊള്ളണം. ഇതാണ് രണ്ടാമതായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായി തൗഹീദിൻ്റെ മർമ്മം എന്താണ് എന്നതാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഏകദൈവ വിശ്വാസം തൗഹീദ്, അതൊരു വ്യക്തിയുടേതോ ഒരു കുടുംബത്തിൻ്റേതോ ഒരു കക്ഷിയുടേതോ ഒരു സമുദായത്തിൻ്റേതോ ഒരു കാലഘട്ടത്തിൻ്റേതോ അല്ല. അത് എക്കാലത്തും ആദിമ മനുഷ്യൻ തൊട്ട് ലോകാവസാനം വരേക്കുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്നതും ഈ പ്രാപഞ്ചിക ഘടനയോട് പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യപ്രകൃതിയോട് 100% പൊരുത്തപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ ദൈവത്തിലുള്ള അന്യൂനമായ വിശ്വാസമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും പൂർവീകരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. എൻ്റെ മാത്രമല്ല, പൂർവീകരുടെയും മുഴുവൻ മനുഷ്യരുടെയും സ്രഷ്ടാവാണ്, രക്ഷിതാവാണ്. അതുകൊണ്ട് ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, ഭൂമിയെ മെത്ത പോലെ ഒരുക്കി തന്നവനാണ് അവൻ, അതുകൊണ്ട് ആരാധിക്കണമെന്നാണ്. വസ്സമാഅ ബിനാഅ, മേൽപ്പുര പോലെ ആകാശത്തെ ക്രമീകരിച്ചവൻ, അതുകൊണ്ട് ആരാധിക്കണമെന്നാണ്. വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, മഴ വർഷിപ്പിച്ച് ധാന്യങ്ങളും പഴങ്ങളും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, അതുകൊണ്ടവനെ ആരാധിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ന്യായമായി സൂചിപ്പിച്ചത്? മനുഷ്യരെ, മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവ്, ആ സൃഷ്ടികളുടെ രക്ഷിതാവ്, പരിപാലകൻ, ഭൂമിയെ മെത്തയാക്കി തന്നവൻ, ആകാശത്തെ ഉപരിലോകത്തെ മേൽപ്പുരയാക്കി തന്നവൻ, ആകാശത്ത് നിന്നും മഴ വർഷിപ്പിച്ചുകൊണ്ട് ധാന്യങ്ങളും പഴങ്ങളും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, മനുഷ്യന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൃഷ്ടിച്ച് ഒരുക്കി അവനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ രക്ഷിതാവിനോടുള്ള കടപ്പാടായിട്ടാണ് അവൻ്റെ മുമ്പിൽ തലകുനിച്ച് അവനോട് വിളിച്ചു തേടി അവനെ മാത്രം ആരാധിക്കണം എന്ന് അല്ലാഹു ആജ്ഞാപിച്ചിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നതിന്, സകല സൃഷ്ടികളുടെയും സൃഷ്ടാവാണെന്നതിന്, അവനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുവെന്നതിന്, അവനു വേണ്ടി ഭൂമിയെ ഒരുക്കിക്കൊടുത്തുവെന്നതിന്, അവനു വേണ്ടി ഉപരിലോകങ്ങളെ സംവിധാനിച്ചുവെന്നതിന്, മഴയും ധാന്യങ്ങളും വായുവും വെള്ളവും മറ്റ് സൗകര്യങ്ങളെല്ലാം അവൻ ഒരുക്കിക്കൊടുത്തുവെന്നതിന് ഈ സൃഷ്ടാവിനോടവൻ കടപ്പെട്ടവനാണ്. ആ കടപ്പാടാണ് അവൻ്റെ മുമ്പിൽ തലകുനിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അയാൾ പ്രകടിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് റബ്ബിനെ ആരാധിക്കണം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്ന ഖുർആൻ പ്രാർത്ഥനയാണ് ആരാധനയുടെ മജ്ജ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഓതിക്കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന്. എന്നിട്ടൊരു ഖുർആൻ ആയത്ത് നബി ഓതി, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരി.
നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ ഉത്തരം തരാം. പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് എനിക്ക് നിർവഹിക്കുന്നതിൽ ആരെങ്കിലും അഹങ്കരിച്ചാൽ അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന്. അപ്പോൾ പ്രാർത്ഥനയാണ് ആരാധന. അള്ളാഹുവിനെ ആരാധിക്കണം, അതാണ് തൗഹീദ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? മനുഷ്യന് ഈ കാണുന്ന അവയവങ്ങളും കഴിവുകളും നൽകി അവനെ സൃഷ്ടിച്ചു. ഈ ഭൂമിയും ആകാശവും അവക്കിടയിലുള്ള സർവ്വതും, മഴയും ധാന്യങ്ങളും ഭക്ഷണവും ഉപജീവനവും എല്ലാം ഒരുക്കി കൊടുത്തു. ഈ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയായിട്ടാണ് അവനെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആരാധനയുടെ മജ്ജ, ആരാധനയുടെ ആത്മാവ് പ്രാർത്ഥനയാണ് എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം. എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യന് അവൻ്റെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ, അഭൗതികമായ കാര്യങ്ങളിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, ദോഷബാധയെ ഭയന്നുകൊണ്ട് അവൻ്റെ മനസ്സിൽ നിന്ന് ഒന്നുകിൽ വാചകങ്ങളായോ അല്ലാതെയോ ഉയരുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. ഇത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അത് പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെടുന്നില്ല, അത് അനുവദിക്കപ്പെട്ട കാര്യവുമാണ്. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ സഹായം ആവശ്യപ്പെടുന്നത് അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. ഇതാണ് എല്ലാ ദിവസവും 5 നേര നമസ്കാരങ്ങളിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രാർത്ഥനയിലൂടെയുള്ള പ്രതിജ്ഞയിൽ റബ്ബിൻ്റെ മുമ്പിൽ നാം വ്യക്തമായി സമർപ്പിക്കുന്നത്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നുവെങ്കിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞ് നിർത്തുമായിരുന്നു. അവിടെ നിർത്തിയില്ല. വ ഇയ്യാക നസ്തഈൻ, സഹായ തേട്ടവും നിന്നോട് മാത്രം. അല്ലാഹു അല്ലാത്ത ഒരാളോടും സഹായം തേടാൻ പാടില്ല. അങ്ങനെ സഹായം തേടിയാൽ അത് ശിർക്കാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്ക്, അല്ലാഹുവിന് മാത്രമാകുമ്പോൾ തൗഹീദ്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നത് തൗഹീദ്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ അത് ശിർക്ക്. എന്നാൽ ഈ സഹായ തേട്ടം, അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട സഹായ തേട്ടം, അതിലൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. മനുഷ്യന് അനുവദിക്കപ്പെട്ട സഹായ തേട്ടം വതആവനു അലൽ ബിർരി വത്തഖ്വ വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ബിർറിൻ്റെ, തഖ്വയുടെ, പുണ്യത്തിൻ്റെ, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾക്ക് പരസ്പരം സഹായം ചോദിക്കാം. മനുഷ്യന് മറ്റു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട സഹായം ആവശ്യപ്പെടാം. അത് വിരോധിക്കപ്പെട്ടതല്ല. ആവശ്യപ്പെടുന്നത് നല്ല കാര്യത്തിലാണെങ്കിൽ, പുണ്യത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ ഒരു വിരോധവുമില്ല, അത് നല്ലതാണ് താൻ. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വി. മൂസാ നബി നടന്നു പോകുമ്പോൾ മൂസാ നബിയോട് തൻ്റെ ഗോത്രക്കാരൻ സഹായം ചോദിച്ചു. അവരുടെ ശത്രുഗോത്രത്തിൽപ്പെട്ടവനെതിരിൽ മൂസാ നബി സഹായിക്കുകയും ചെയ്തു.
ഇത്തരം സഹായതേട്ടം ഇത് പ്രാർത്ഥനയല്ല. ഇങ്ങനെ സഹായം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അനുവദനീയമായതാണ് എന്നർത്ഥം. അത് നിരോധിക്കപ്പെട്ട സഹായതേട്ടത്തിൽപ്പെട്ടതല്ല. എന്നാൽ മരിച്ച മനുഷ്യനോടോ പാടില്ല, ശിർക്കാണ്. ഹാജറില്ലാത്തവനോടോ അതും പാടില്ല, ശിർക്കാണ്. ജീവനുള്ള മനുഷ്യനാവണം, ഹാജറുള്ള മനുഷ്യനാവണം, മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. എങ്കിൽ അത്തരം സഹായം ചോദിക്കുന്നത് അനുവദനീയമാണ്. അത് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സഹായതേട്ടത്തിൻ്റെ ഇനത്തിൽ ഉൾപ്പെടുകയില്ല എന്നർത്ഥം. ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു വന്നത്. തൗഹീദ് വളച്ചുകെട്ടില്ലാത്തതാണ്, തൗഹീദ് കെട്ടിക്കുടുക്കില്ലാത്തതാണ്, തൗഹീദ് അവ്യക്തതയില്ലാത്തതാണ്, തൗഹീദ് സുതാര്യവും സുവ്യക്തവുമാണ്, തൗഹീദ് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതാണ്. അത് പ്രമാണബദ്ധമാണ്. അനവധി നിരവധി പ്രമാണങ്ങളിലൂടെ അള്ളാഹുവും അവൻ്റെ ദൂതനും വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ മനുഷ്യരാരായിരുന്നു എന്നറിയോ? അവരല്ലാഹുവാണ് ഈ ഭൂമിയെ, ആകാശങ്ങളെ, ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവാണ് ഞങ്ങളുടെ അന്നദാതാവ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ പരമാധികാരി എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ആളുകളെയാണ് ഖുർആൻ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവർ ശിർക്കിലേക്ക് പോയത്? അവരുടെ പ്രാർത്ഥനയും സഹായതേട്ടവും അല്ലാഹു അല്ലാത്തവരോടായി എന്നതാണ്. അവരുടെ നേർച്ചയും മറ്റ് ചില ആരാധനകളും അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചു എന്നതാണ്. ഇതാണ് അവരെ ശിർക്കിലേക്ക് നയിച്ചത്. അല്ലാഹുവിൻ്റെ മാത്രം ഗുണങ്ങൾ, വിശേഷണങ്ങൾ അവനല്ലാത്തവർക്കും വകവെച്ചു കൊടുത്തു എന്നതാണ് അവരെ ശിർക്കിലേക്ക് നയിച്ച കാര്യങ്ങൾ. ഇതുകൊണ്ടാണ് അവരെ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞത്. അവരിലേക്ക് വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അതവർ കേട്ട് ചില ആളുകൾ ഉൾക്കൊണ്ട ആളുകൾക്കത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഉൾക്കൊണ്ടത്. അവരെന്തൊക്കെ ചെയ്തിരുന്നു എന്നറിയോ? അവർ മലക്കുകളെ വിളിച്ചു തേടിയിരുന്നു. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്, ബനാത്തുള്ള, അള്ളാൻ്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്നവർ വിശ്വസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ ചിലർ പിശാചുക്കളെ വിളിച്ചു തേടിയിരുന്നു, പിശാചുക്കളോട് കാവൽ ചോദിച്ചിരുന്നു. ഈ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വ ഈ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദ. അവരുടെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ പെൺമക്കളായ മലക്കുകളെയാണ് എന്ത് ചെയ്തിരുന്നത്? വിളിച്ചു തേടിയിരുന്നത്. അതേപോലെ തന്നെ അവർ വിളിച്ചു തേടിയിരുന്നു പിശാചുക്കളെയും. ഇങ്ങനത്തെ ആളുകളാണ് അവർ. ഇതുപോലെ വല്ല മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഇന്നത്തെ പോലെ ഈ സൗദി അറേബ്യയിൽ പ്രവാചകൻ്റെ കാലത്ത് ഗതാഗത സൗകര്യങ്ങളില്ലല്ലോ. അന്ന് ഈ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് തളർന്ന് രാത്രികാലങ്ങളിൽ വല്ല താഴ്വരകളിലും അവർ വിശ്രമിക്കും, തമ്പടിക്കും. ഇങ്ങനെ തമ്പടിക്കുമ്പോൾ അവർക്ക് അക്കാലഘട്ടത്തിലെ അവരുടെ വിശ്വാസം മരുഭൂമിയിലെ താഴ്വരകളിൽ
ജിന്നുകൾ താമസിക്കുന്നുണ്ട് എന്നാണ്. ആ ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കുമെന്നവർ വിശ്വസിച്ചിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കും, അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കും, അവരുടെ വാഹനങ്ങളെയും ഉപദ്രവിക്കും. ഈ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. ഇക്കാരണത്താൽ ഒരു താഴ്വരയിൽ ചെന്ന് അവർ തമ്പടിക്കുകയാണെങ്കിൽ അവർ പറയും, ആ താഴ്വരയിൽ താമസിക്കുന്ന ജിന്നുകളുടെ നേതാവിനെ വിളിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. ഈ യാത്ര പോകുന്ന കൂട്ടത്തിലെ മനുഷ്യരാണ് അവർ തമ്പടിക്കുന്ന താഴ്വരയിലെ ജിന്നുകളോട് സംസാരിക്കുന്നത്. എങ്ങനെ? മരിച്ചുപോയ ജിന്നുകളോട് അല്ല, ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയ ജിന്നുകളോടും അല്ല, നേരെ മറിച്ച് ഈ താഴ്വരയിൽ ജിന്നുകളുണ്ടാവും എന്ന് വിശ്വസിച്ച് ആ ജിന്നുകളുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് ആ നേതാവ് കേൾക്കുമെന്ന് വിശ്വസിച്ചവർ പറയാണ്. എന്താ പറയുന്നത്? യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ഞങ്ങളുടെ സ്വത്തുക്കളും കാലികളും ഞങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിലെ ഭോഷന്മാരായ ജിന്നുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് അഭയം നൽകണേ എന്നാണ് മനുഷ്യന്മാർ ജിന്നുകളുടെ നേതാക്കളെ വിളിച്ച് സഹായം ചോദിച്ചിരുന്നത്. ഇങ്ങനെ സഹായം തേടിയവരായിരുന്നു അവർ. അതാണ് വിശുദ്ധ ഖുർആൻ ശിർക്ക് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ലാത്തയെപ്പോലുള്ള നല്ല മനുഷ്യന്മാർ മരിച്ചുപോയപ്പോൾ, മരിച്ചുപോയ ആളുകൾ മഹാന്മാരായാൽ അവർക്ക് മരണവും ജീവിതവും ഒരുപോലെയാണ്, നമ്മൾ വിളിച്ചാൽ അവർ കേൾക്കും, നമ്മുടെ ആവശ്യങ്ങൾ അവരറിയും, മരണാനന്തരം അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാൻ അവർക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളോട് വിളിച്ചു തേടിയിരുന്നു, സഹായം ചോദിച്ചിരുന്നു. അതാണ് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞത്. ഇത്തരക്കാരായ ആളുകൾ വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാണെന്നും ഇവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന രക്ഷകന്മാരാണ്, ഔലിയാക്കളാണ് എന്നവർ വിശ്വസിച്ചിരുന്നത് ഇത്തരം മരിച്ചുപോയ നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചാണ്. ഈ വിശ്വാസമാണ് ഖുർആൻ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ എന്തിനാണ് ലാത്തയെപ്പോലെ ഉസ്സയെപ്പോലുള്ള ഔലിയാക്കളെ അവർ സ്വീകരിച്ചത്? ഈ ലോകത്തിൻ്റെ സൃഷ്ടാക്കളാണെന്ന് കരുതിയിട്ടല്ല, യഥാർത്ഥ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തങ്ങളെ അടുപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ അള്ളാഹുവിന് പുറമെ ലാത്ത പോലുള്ളവരോട് സഹായം ചോദിച്ചത്, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചത് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഇവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം അപേക്ഷകൾ അഭൗതികമായ മാർഗത്തിലൂടെയാണ് അവർ ഗുണം പ്രതീക്ഷിക്കുന്നത്, സഹായം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് ദുആയാണ്. ആ ഇസ്തിആനത്ത്, ആ ദുആ അത് ഇബാദത്താണ്, അത് ശിർക്കുമാണ്. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് നബിയിൽ നിന്ന് നേർക്ക് നേരെ ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടവർക്കത് ബോധ്യപ്പെട്ടു. ഒരൊറ്റ സഹാബിയും മക്കയിലെ മുശ്രിക്കീങ്ങളായി ജീവിച്ചിരുന്ന അറബികളിൽ ലാ ഇലാഹ ഇല്ലല്ലാ കേട്ട് അത് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച്
അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു സഹാബിക്കും പിന്നെ സംശയമുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. ഒന്ന്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മലക്കുകളോട് സഹായം ചോദിച്ചിരുന്നു. പിശാചടക്കമുള്ള ജിന്നുകളോട് സഹായം ചോദിച്ചിരുന്നു. മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ ഭൗതികമായ സഹായം കിട്ടുന്നതിനു വേണ്ടി അവരുടെ വിളി കേൾക്കുന്ന അകലത്തിലുള്ള ജിന്നുകളോട് സഹായം ചോദിച്ചിരുന്നു. മരിച്ചുപോയ ലാത്ത പോലുള്ള മനുഷ്യന്മാർ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചിരുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണെന്നും അല്ലാഹുവിനോടല്ലാതെ അവൻ്റെ കൂടെ യാതൊരാളോടും വിളിച്ചു തേടരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇവയോടൊന്നും വിളിച്ചു തേടാൻ പാടില്ല എന്നവർ മനസ്സിലാക്കി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇവയോട് സഹായം തേടാൻ പാടില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ഒരാൾക്കും പിന്നെ സംശയമുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നബിയുടെ അടുക്കൽ വന്ന്, നബിയെ, മലക്കുകൾ നിൻ്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളോട് സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ലല്ലോ, അതുകൊണ്ട് മലക്കുകൾക്ക് റഖീബ് അതീദ് കേൾക്കുമെന്ന് കരുതി ആ റഖീബ് അതീദിനെ അല്ല ഏൽപ്പിച്ച കാര്യം അവയോട് ചോദിച്ചാൽ അത് ശിർക്കാവൂല എന്നൊരു സഹാബിയും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല, നബിയുടെ അടുക്കൽ പോയി തർക്കിച്ചിട്ടുമില്ല. അത് ശിർക്കാന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം പിന്നെ അവർക്കുണ്ടായിട്ടില്ല. ഇതുപോലെ പിശാച്, മറ്റ് ജിന്നുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളോട് സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഒരു സഹാബിക്കും തോന്നിയിട്ടില്ല. ഒരു സഹാബിയും നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുമില്ല. അത് ശിർക്കാണെന്ന കാര്യത്തിൽ സംശയമേ അവർക്കുണ്ടായില്ല. ഒരാൾക്കും സംശയമുണ്ടായില്ല. നബിയെ, ഞങ്ങൾ ഈ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ, വല്ല താഴ്വരയിലും ഞങ്ങൾ തമ്പടിക്കുമ്പോൾ, ഞങ്ങൾക്കോ ഞങ്ങളുടെ കാലികൾക്കോ ഞങ്ങളുടെ സ്വത്തുക്കൾക്കോ ഭൗതികമായ ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ ഭൗതിക സൃഷ്ടിയായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അതെങ്ങനെ ശിർക്കാകും നബിയെ എന്ന് ഒരാളും സംശയിച്ചില്ല. അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട ഒരാൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ഒരാൾക്ക് സംശയമേ ഉണ്ടായില്ല. അവർ പിന്നെ വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ. ഈ അവസ്ഥ ഉണ്ടായിരുന്ന അവർ അത് പിന്നാണ്ട് ഒഴിവാക്കി. ഒരൊറ്റ സഹാബിയും ഒരു ജിന്നിനോടും സഹായം ചോദിക്കാൻ പോയിട്ടില്ല. ജിന്ന് ഭൗതികാണോ അഭൗതികാണോ തർക്കിച്ചിട്ടില്ല. ജിന്നിനോടുള്ള സഹായത്തേട്ടം ഭൗതിക വിഷയമാണോ അഭൗതിക വിഷയമാണോ തർക്കിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിലവർക്ക് സംശയമേ ഉണ്ടായില്ല. ഇതുപോലെ മനുഷ്യന്മാരാണ് ലാത്തയെപ്പോലുള്ളവർ. ആ മനുഷ്യന്മാർ മഹാന്മാരായാൽ ആ മഹാന്മാർക്ക് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കും എന്ന് വിശ്വസിച്ച് മൊഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേന്നോ ലാത്തയെ സഹായിക്കണേയെന്നോ ഇബ്രാഹിം നബിയെ സഹായിക്കണേയെന്നോ ചോദിച്ചാൽ അത് പിന്നെ എങ്ങനെ ശിർക്കാകും? മനുഷ്യനല്ലേ, സൃഷ്ടിയല്ലേ, കൊടുത്ത കഴിവിൽ നിന്നല്ലേ ചോദിക്കുന്നത്. അത് പിന്നെ എങ്ങനെ ശിർക്കാവും?
ഒരു സഹാബിക്കും സംശയമുണ്ടായിട്ടില്ല. അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ശിർക്ക് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പരിധിയിൽ ഇതൊന്നും ഉൾപ്പെടില്ല. ജിന്നിനോട് സഹായം ചോദിക്കുന്നത്, മലക്കിനോട് സഹായം ചോദിക്കുന്നത്, മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത്, ഇതൊക്കെ ശിർക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. നിസ്സംശയം അവർക്കത് ബോധ്യപ്പെട്ടു. അതവർ പൂർണ്ണമായി ഉൾക്കൊണ്ടു. ആ നിലക്കാണ് സഹാബത്ത് ജീവിച്ചു പോന്നിട്ടുള്ളത്. പ്രവാചകൻ്റെ കാലത്ത് ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ലാഞ്ചന കണ്ടാൽ നബി കർശനമായ താക്കീതാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. നബി അതിൽ ഒരു ഉദാസീനത ഒരിക്കലും തന്നെ കാണിച്ചിട്ടില്ല. ഞാൻ 1-2 ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി സംസാരിക്കുമ്പോൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, നബിയെ അങ്ങും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ. മാഷാ അല്ലാഹു വശിഅത, അങ്ങ് ഉദ്ദേശിച്ചതെന്തോ അതും അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അതും അതേ ഉള്ളൂ, അല്ലാതൊരു കാര്യവും ഉണ്ടാവൂല, നടക്കൂല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ഗൗരവത്തോടു കൂടി നൽകിയ താക്കീത് എന്താണെന്നറിയോ? ആ പദപ്രയോഗത്തിൽ സൂക്ഷ്മത പുലർത്തണം. ഈ പദപ്രയോഗം തെറ്റിദ്ധാരണക്കിടവരും. ഈ പദപ്രയോഗത്തിൻ്റെ പിന്നിൽ കടിച്ചു തൂങ്ങി പിൽക്കാലത്ത് ആളുകൾ ശിർക്കിലേക്ക് പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് പങ്കുകാരനാക്കുകയാണോ? എന്നെ നീ അള്ളാഹുവിനെ പോലെയാക്കുകയാണോ? എന്തേ ആ സ്വഹാബി പറഞ്ഞത്? ആ സ്വഹാബിൻ്റെ മനസ്സിലങ്ങാനും അള്ളാഹും നബി ഒരുപോലെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹിനെ പോലത്തെ ദൈവമാണ് മുഹമ്മദ് നബി എന്ന് ആ സ്വഹാബിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു സ്വഹാബിക്ക് അങ്ങനെ തോന്നി നമ്മൾ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തേ നബി പറഞ്ഞത്? അള്ളാൻ്റെ കൂടെ നബിനെയും കൂടിയാണ് കൂട്ടി പറയുമ്പോൾ പിൽക്കാലത്ത് ചില ആളുകൾ മാഷാ അല്ലാഹു വശിഅത, വശിഅത അവിടെ വാവ് കൊണ്ട് അത്ഫാണ്, ഇങ്ങനെ ഗ്രാമറൊക്കെ പിടിച്ചിട്ട് അള്ളാഹി നബിനെ ഒരുപോലെയാക്കും. അത് ശിർക്കിലേക്കാണ് മനുഷ്യനെ എത്തിക്കുക. അതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി താക്കീത് നൽകിയത്. മാഷാ അല്ലാഹു വശിഅത എന്നത് നബിയെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പറയരുത്. വാക്കിൽ പോലും സൂക്ഷ്മത വേണം. അക്ഷരത്തിലും പദങ്ങളിലും വാചകങ്ങളിലും സൂക്ഷ്മത വേണം. അതല്ലാതെ അത് ശിർക്കാവെന്ന് പറഞ്ഞാൽ സഹാബികളെ ആക്ഷേപിക്കലല്ലേ എന്ന് നബി വിചാരിച്ചില്ല. ഒരു സംഭവം കൂടി പറയാം. നബിയും സഹാബികളും കൂടി ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുതുതായി നബിൻ്റെ കൂടെ പുറപ്പെട്ട കൂട്ടത്തിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന കുറേ ആളുകളുണ്ട്. പുതുവിശ്വാസികളായ സഹാബികളുണ്ട്. യുദ്ധസ്ഥലത്ത് എത്തിയപ്പോൾ മുശ്രിക്കീങ്ങൾ അവർക്ക് ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുണ്യവൃക്ഷമുണ്ട്. നമ്മുടെ നാട്ടിലെ ആൽമരം പോലെ. ആല് പുണ്യമരമാണെന്നാണല്ലോ. ഇതുപോലെ ഒരു പുണ്യവൃക്ഷമുണ്ട്. ആല് പോലെ പാല പോലുള്ള പുണ്യവൃക്ഷം, അറബികൾക്ക് ദാത്തു അൻവാത്ത്. അതിൻ്റെ മുകളിൽ വാളിങ്ങനെ ഒന്ന് തൂക്കിയിടും. കുറച്ചു നേരം തൂക്കിയിട്ടിട്ട് ആ വാളെടുത്താൽ അതുകൊണ്ട് ബർക്കത്ത് കിട്ടും. ആ ബർക്കത്ത് കൊണ്ട് യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ ചില സഹാബികൾ, പുതുവിശ്വാസികളായ സഹാബികൾ നബിയോട് പറഞ്ഞു, നബിയെ ഇജ്അൽ ലനാ ദാത്തു അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്. അവർക്ക് ബർക്കത്തെടുക്കാൻ പുണ്യവൃക്ഷമുള്ള പോലെ ഞങ്ങൾക്കൊരു പുണ്യവൃക്ഷം നിശ്ചയിച്ചുകൊണ്ടാ എന്ന് നബിനോട് ആവശ്യപ്പെട്ടു. എന്താ നബി പറഞ്ഞത്? അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? ആ ചോദ്യത്തിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? സുബ്ഹാന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹാദാ കമാ ഖാല ഖൗമു മൂസ ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബിനോട് ഇസ്രായേല്യർ പറഞ്ഞതിന് തുല്യമാണിത്. മൂസ,
അവർക്ക് പരദൈവങ്ങളുള്ള പോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ, ഒരു ഇലാഹിനെ നിശ്ചയിച്ചുകൊണ്ടാ എന്ന് ജൂതന്മാർ, ഇസ്രായേല്യർ മൂസാ നബിയോട് പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ എന്നോട് ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത് എന്ന് പറഞ്ഞത്. ഇന്നെങ്ങാനും ഇത് കേട്ടാൽ ചിലരെങ്കിലും പറയും, ഓ സ്വഹാബികളെ ഇവർ അപമാനിച്ചു, സ്വഹാബികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയില്ലേ? ഈ സ്വഹാബികളുടെ ആരുടെയെങ്കിലും മനസ്സിൽ അതുണ്ടായി എന്നല്ല, പക്ഷേ ആ ചിന്ത തീർച്ചയായും ശിർക്കൻ ചിന്തയാണെന്നും അത് മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുമെന്നും അതുകൊണ്ട് അത്തരം ചിന്തയേ ഉണ്ടായിക്കൂടാ, അത്തരം അപേക്ഷയെ അവരിൽ നിന്നുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് നബി ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്തത്. അപ്പോൾ സ്വഹാബികളിൽ നിന്നാണെങ്കിലും ശിർക്കിലേക്ക് നയിക്കുന്ന പ്രയോഗങ്ങൾ വന്നാൽ, ചിന്തകൾ കണ്ടാൽ നബി സ്വഹാബികളാണെന്ന് കരുതി ഉദാസീനത കാണിച്ചിട്ടില്ല, ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സഹാബത്ത് ഇത്തരം കാര്യങ്ങൾ, പൂർവകാലത്ത് അവർക്കിടയിലുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ ശിർക്കാണെന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് എന്നതാണ് ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വർത്തമാനകാല സംഭവങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, മുസ്ലിം സമുദായം ഇന്നെത്തിയിരിക്കുന്നത്, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും മൊഹീദ്ദീൻ ഷെയ്ഖെ, ബദരീങ്ങളെ, മമ്പുറത്തെ തങ്ങളെ എന്നൊക്കെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളായതുകൊണ്ട് അവർക്ക് അള്ള കൊടുത്ത കഴിവുകൊണ്ടവർ സഹായിക്കുമെന്ന് വിശ്വസിച്ച് അവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് വാദിക്കുന്നു. ഇത് നബി പഠിപ്പിച്ച തൗഹീദിന് എതിരാണ്, ഇത് ശിർക്കാണ്. നബി പഠിപ്പിച്ച തൗഹീദ് കേട്ട ഒരു സഹാബിക്കും ഇത് തൗഹീദിൽ ഉൾപ്പെടും എന്ന് തോന്നിയിട്ടും ഇല്ല. 2, ജിന്നിനോട് ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട സഹായം ലഭിക്കും എന്ന് കരുതിക്കൊണ്ട് സഹായം ചോദിച്ചാൽ ആ സഹായ ചോദ്യം ശിർക്കാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നത് അത് ശിർക്കാവൂല എന്നാണ്. ഒരിക്കലും അല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തൗഹീദ് പ്രസ്ഥാനത്തിനിടയിലേക്ക് കടന്നു വന്ന ഒരു പുതിയ ശിർക്കൻ ചിന്തയെപ്പറ്റി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താതെ പോകുന്നത് എന്നോട് കാണിക്കുന്ന അനീതിയാവുമെന്ന് കരുതി 2 വാചകം ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് ഉണർത്തുകയാണ്. ഇരുട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾ, വെളിച്ചം അയാൾക്ക് ഇല്ല, ഒരാളെയും കാണാനുമില്ല. ഈ വിളി കേൾക്കുന്ന പെട്ടെന്നൊരു ശബ്ദം അയാൾ കേട്ടു. ഇതൊരു ജിന്നിൻ്റെ ശബ്ദമാവുമെന്ന് കരുതി ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാവില്ല എന്ന് പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ശിർക്കാണ്. ശിർക്കൻ ആശയമാണ്, ശിർക്കൻ ആദർശമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും മഅല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു പറയുന്നതെന്നറിയോ? അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലൂടെ ഇരുട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ കരയിലൂടെ ഇരുട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആരാണ് ആ ഇരുട്ടിൽ, കടലിൽ, കരയിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ? ആരോടാണ് നിങ്ങൾ വഴി കാണിക്കണേ എന്ന് ചോദിക്കേണ്ടത്? കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, മരുഭൂമിയിലൂടെ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നവൻ വഴി അറിയാത്ത ഘട്ടത്തിൽ ആരോടാണ് വഴി ചോദിക്കേണ്ടത്? അഇലാഹും മഅല്ലാഹ്, അള്ളയല്ലാതെ മറ്റാരെങ്കിലുമുണ്ടോ നിങ്ങൾക്ക് വഴി കാണിക്കാൻ?
എനിക്ക് വഴി കാണിക്കുമോ എന്ന് ചോദിക്കാൻ ജിന്നുകളുണ്ടോ, മലക്കുകളുണ്ടോ, മരിച്ചുപോയ മഹാത്മാക്കളുണ്ടോ, ആരെങ്കിലുമുണ്ടോ നിങ്ങളെ സഹായിക്കാൻ അല്ലാഹയല്ലാതെ? തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു മാത്രമാണ് നിങ്ങൾക്ക് സഹായം ചോദിക്കാനായുള്ളത്. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണെന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി അവിടെ ഒരു സംശയത്തിന് അവകാശമില്ല. ഇരുട്ടിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവും മലക്കാവുമെന്ന് കരുതി വഴി ചോദിക്കേണ്ടത്, വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടേണ്ടത്, സഹായം ചോദിക്കേണ്ടത്, രക്ഷ ചോദിക്കേണ്ടത്, അഭയം ചോദിക്കേണ്ടത് മലക്കിനോടല്ല, ജിന്നിനോടല്ല. അഇലാഹും മഅല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു അല്ലാതെ അവൻ്റെ കൂടെ ആരെങ്കിലുമുണ്ടോ നിങ്ങൾക്ക് വഴി കാണിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ? അല്ലാഹു അല്ലാത്തവരോട് വഴി ചോദിക്കുന്നത്, സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരങ്ങൾ, ഇത് ഖുർആൻ്റെ നസ്സാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞതിലൂടെ തന്നെ ഒരു വിശ്വാസി മനസ്സിലാക്കണം അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന്. മരുഭൂമിയിൽ ഇരുട്ടിൽ, കടലിൽ ഇരുട്ടിൽ വഴി ചോദിക്കാൻ അല്ലാഹയല്ലാതെ മലക്കില്ല, ജിന്നില്ല, മഹാത്മാക്കളില്ല, ആരുമില്ല. അല്ലാഹു അല്ലാത്തവരോട് വഴി ചോദിക്കുന്നത്, സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സംശയമുണ്ടല്ലോ, ആ സംശയം അതിന് മറുപടി നൽകിക്കൊണ്ട് ഒരു സഹാബിയുടെ ചോദ്യത്തിന് പ്രവാചകൻ പ്രതികരിച്ചത് നോക്കൂ. ഒരു സഹാബി ചോദിക്കുകയാണ്, നബിയെ, ഞാനിങ്ങനെ ഒരു മരുഭൂമി കൂടി ഇങ്ങനെ ഒറ്റക്ക് പോവുകയാണ്. അറഅയ്ത അർറജുല യൽഖാനി ഫീ അർദിൻ ഫലാത്തിൻ യുരീദു മാലി. മരുഭൂമി കൂടി ഒറ്റക്ക് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ വേറെ ഒരു മനുഷ്യൻ, ഒരു കൊള്ളക്കാരൻ എൻ്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ നേരെ വരുന്നു. ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഖാല, നബി പറഞ്ഞു, നീ അയാൾക്കെതിരിൽ ഫസ്തഇൻ അലൈഹി മൻ സിവാക മിനൽ മുസ്ലിമീൻ. നീയല്ലാത്ത വല്ല മുസ്ലിങ്ങളും വല്ല മറ്റു മനുഷ്യന്മാരും, നീയല്ലാത്ത നിന്നെപ്പോലത്തെ വല്ല മനുഷ്യന്മാരുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ അവരെ സഹായം നീ സ്വീകരിച്ചോ. മറ്റ് മനുഷ്യന്മാരുടെ സഹായം തൻ്റെ ശത്രുവിനെതിരിൽ ഒരാൾക്ക് സ്വീകരിക്കാം. ഖാല ഫഇല്ലം യകുൻ ഹൗലി അഹദുൻ. ആ സഹാബി നബിനോട് പറയാം, നബിയെ, ഞാൻ നോക്കിയിട്ട് എൻ്റെ ചുറ്റും ഒരു മനുഷ്യനുമില്ല, ഒരാളെയും കാണാനില്ല, ഞാൻ എന്ത് ചെയ്യണം? ഖാല, നബി പറഞ്ഞു, ഫസ്തഇൻ അലൈഹി ബിസ്സുൽത്താൻ. ആരുമില്ലെങ്കിൽ നീ രാജാവിനോട്, അയാൾക്കെതിരിൽ, കൊള്ളക്കാരനെതിരിൽ സഹായം ചോദിച്ചോ. ഖാല ഫഇൻ അബസ്സുൽത്താനു അന്നി. രാജാവ് എന്നെ സഹായിച്ചില്ല, രാജാവിൻ്റെ സഹായം കിട്ടിയില്ല, വിസമ്മതിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നബി അദ്ദേഹത്തോട് പറഞ്ഞത്, ഒന്നാമതായി നബി പറഞ്ഞു, ഖാല ഫദക്കിറുഹു ബില്ലാ. അള്ളാനെ പറ്റി അവനൊരു മുന്നറിയിപ്പ് കൊടുക്ക്. പടച്ചോനെ പറ്റി കേട്ടാലെങ്കിലും ഓന് നിൻ്റെ കൊള്ളയടിക്കാതെ പോയെങ്കിലോ? കൊള്ളക്കാരൻ എന്ത് പടച്ചോനാ? അത് ഫലപ്പെടുന്നില്ലെങ്കിൽ മറ്റ് മനുഷ്യന്മാരുടെ സഹായം ചോദിച്ചോ. ആരുമില്ല എങ്കിൽ രാജാവിൻ്റെ സഹായം ചോദിച്ചോ. അതും കിട്ടിയില്ലെങ്കിലോ? മരുഭൂമിയല്ലേ, വല്ല ജിന്നുണ്ടോ നോക്കിക്കോ, മുസ്ലിം ജിന്നിൻ്റെ സഹായം ചോദിച്ചോ. നബി പറഞ്ഞിട്ടില്ല. നബി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫഖാത്തിൽ. നീ അവനോട് യുദ്ധം ചെയ്തോ. ഹത്താ തകൂന മിൻ ശുഹദാഇൽ ആഖിറ ഔ തംനഅ മാലക. നീ അവനോട് യുദ്ധം ചെയ്ത് നിൻ്റെ സ്വത്ത് നീ സംരക്ഷിക്കുക. അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവൻ്റെ വെട്ടേറ്റ് നീ മരിച്ചാൽ നിനക്ക് രക്തസാക്ഷിൻ്റെ കൂലീനാണ്. നോക്കി നിങ്ങൾ, ഇവിടെ മരുഭൂമിയാണ്, അവിടെ വല്ല ജിന്നും ഉണ്ടാവും. ആ ജിന്നിൻ്റെ സഹായം ചോദിക്കുന്നത് ശിർക്കാവൂലെങ്കിൽ
ഈ മരണഘട്ടത്തിലെങ്കിലും അവസാന ഘട്ടത്തിലെങ്കിലും നബി അത് പറയുമായിരുന്നു. നബി പറഞ്ഞിട്ടില്ല. കാരണം അത് ശിർക്കാണ്. മരണഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഇതിനപ്പുറം നമുക്കെന്ത് സംശയിക്കണം? എന്തിന് തെളിവ് വേണം? ശുദ്ധമായ തൗഹീദ് സഹാബത്ത് മനസ്സിലാക്കിയ പോലെയാണെങ്കിൽ അവരെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ബദരീങ്ങളെന്നോ മമ്പൊർത്ത തങ്ങളെന്നോ ഇബ്രാഹിം നബിയെന്നോ വിളിച്ച് സഹായം ചോദിക്കുന്നത് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കലാണ് എന്ന ന്യായീകരണം വന്നില്ല. ജിന്നിനോട്, പിശാച്ചിനോട്, മലക്കുകളോട് ചോദിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കലാണ്, ശിർക്കാവൂല എന്നവർക്ക് തോന്നിയിട്ടില്ല. ഇനിയോ ഒന്നുകൂടി താഴോട്ട് ഇറങ്ങിയാൽ ഖുർആനിൻ്റെ നസ്സാണ്. ഏത് ഇരുട്ടിലും കരയിലാകട്ടെ കടലിലാകട്ടെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് അവിടെയും സംശയമല്ല. ഇനി കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പരാമർശിക്കുന്നത് ഗുണമായിരിക്കും. ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നണ്ട. എന്തോ ഒരു യാഴ്ബാദല്ലാന്ന് കേൾക്കലുണ്ടല്ലോ. യാ അല്ലാ എന്ന് പറയാം. നമുക്ക് അല്ല മതി. ഫഖുൽ ഹസ്ബി അല്ലാ, നീ പറയുക എനിക്ക് അല്ല മതി എന്ന്. ഫഖുൽ ഹസ്ബി അല്ലാ, അല്ല മതി എന്ന് പറയാം. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇതിൽ സംഘടിച്ചിട്ടുണ്ട്, പേടിച്ചോളി എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ജിന്നിനെയും മലക്കിനെയും ഒന്നും വിളിക്കല്ല വേണ്ടത്. മരിച്ചുപോയ മഹാത്മാക്കളെ, മമ്പർത്തങ്ങളെ, ബദരീങ്ങളെ എന്ന് വിളിക്കല്ല വേണ്ടത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ല എത്ര നല്ലവൻ. ഇതാണ് നമ്മൾ പഠിച്ച തൗഹീദ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണല്ലോ നേരത്തെ കേട്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, തൗഹീദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ 100 കൊല്ലം കഴിഞ്ഞു. ഈ 100 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പൂർവ്വകാല മുജാഹിദ് പണ്ഡിതൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് എഴുതിയിട്ടില്ല. അത് വസീലത്തു ശിർക്കേ ആകൂ എന്ന് എഴുതിയിട്ടില്ല. പല ഉദ്ധരണികളും ഇട്ട് പലരും ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാൻ്റെ ആയത്തെടുത്തിട്ട് ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഈ ദമ്മാമെന്നല്ലേ, വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ഉദ്ധരിച്ച് ജിന്നുകളോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവൂല. നമ്മളിങ്ങനെ ഈ കുറ്റിക്കാട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് അവിടുന്ന് വഴി തെറ്റിയിട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ട് ഇവിടെ വല്ല മനുഷ്യനും ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്ന് കരുതി വിളിച്ചാൽ അത് ശിർക്കാവോ? ഇല്ല. അത് ശിർക്കാകാത്ത പോലെ ഈ കുറ്റിക്കാട്ടിൽ നമ്മൾ കാണാത്ത, ഈ കുന്നിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണാത്ത വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് യാ ഇബാദല്ലാന്ന് ജിന്നിനെ വിളിച്ചാൽ അതും ശിർക്കാവൂല. ഇനിയിപ്പോൾ ആ യാ ഇബാദല്ലാ എന്നുള്ള ഹദീസ് സഹീഹാണോ ലഈഫാണോ അതിൻ്റെ സനദിനെ പറ്റിയല്ലേ തർക്കം. എന്നാൽ പിന്നെ സനദിനെ പറ്റിയൊന്നും തർക്കിക്കണ്ട. ഖുർആനിൽ യാ വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്ന് പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നതും ഉൾപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പച്ചയിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ശിർക്കിനെ ന്യായീകരിച്ചത് ഈ ദമ്മാമിൽ വെച്ചാണ് എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുകയും ജീവിക്കുകയും ശിർക്ക് തുടച്ചു നീക്കാൻ ഒരു പുരുഷായുസ് ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ആ പാരമ്പര്യത്തിൽ ഇന്നും തൗഹീദ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് വെച്ച് അള്ളാൻ്റെ ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് ശിർക്കിനെ ന്യായീകരിച്ചത് എന്നത് മറ്റ് ശിർക്കൻ വാദക്കാർക്ക് വളം വെച്ചു കൊടുത്തതാണ്. അത് കേട്ടിട്ടാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ വാദം വാദിക്കാനും ന്യായീകരിക്കാനും പോയത്. പോയി വേറെ ഒരാൾ ഈ അടുത്ത കാലത്ത് സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതി നോക്കി. ഓതി നാട് നീള വെല്ലുവിളിയാണ്, വെല്ലുവിളിയോട് വെല്ലുവിളി. 125 മുഖാമുഖം നടത്തി. എന്നിട്ടൊരാളും സംവാദത്തിന് വന്നില്ല എന്ന് പറഞ്ഞ് നടക്കുക.
അവസാനം ഈ ഉള്ളവൻ്റെ പേരാണ്. ഞാൻ എന്തുകൊണ്ട് ചെന്നില്ല എന്നാ. ഞാൻ താമസിക്കുന്ന എൻ്റെ പുരയിടത്തിൻ്റെ മുമ്പിൽ വന്ന് വിളിച്ചപ്പോൾ അവിടുത്തെ കുട്ടികൾ കയറി ആ വെല്ലുവിളി സ്വീകരിച്ചു. ഒരു ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പിന്നെ അയാൾ വെല്ലുവിളിച്ചിട്ടില്ല. ആ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി. അത് കഴിഞ്ഞ് അന്ന് രാത്രി വേറെ ചില ആളുകളൊക്കെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പറഞ്ഞു, ഇത് വാദപ്രതിവാദത്തിൻ്റെ തുടക്കമാണ്, നാളെ മുതൽ നിരന്തരമായി വാദപ്രതിവാദങ്ങളാണ് എന്ന് പറഞ്ഞ്. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു കരാർ എഴുതിയ വാദപ്രതിവാദത്തിന് ആലുവ പുറയാറിലേക്ക് ഞങ്ങൾ ചെന്നു. കരാർ എഴുതിയോലുമില്ല, പങ്കെടുക്കാമെന്ന് പറഞ്ഞോലുമില്ല. രാവിലെ 9:30 മണിക്കാണ്, 8 മണിക്ക് അവിടെ എത്തി. ഞങ്ങൾ 9:30 സ്ഥലത്ത് ചെന്ന് അവിടെ കാത്തിരുന്ന് ഒരു സുഹൃത്ത് വന്ന് കുറേ ചോദ്യങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി എയർപോർട്ടിൽ വന്ന് ഇപ്പോൾ പുലർച്ചെ 3 മണിക്ക് ഞാൻ എയർപോർട്ടിൽ കയറിയപ്പോൾ ആ സുഹൃത്തിനെ കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അന്ന് ഞാൻ അങ്ങനെ പലതും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നോട് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സംവാദത്തിന് വിളിച്ചോലൊന്നും പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കേട്ടത് 6 മാസത്തിന് സംവാദങ്ങളൊക്കെ നിർത്തിവെച്ചു എന്നാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാളയത്തിൽ തൗഹീദിനെതിരിലായ അങ്ങനെയാണല്ലോ, അത് പുറത്തു വന്നത് ഇനി സംവാദം തന്നെ വേണ്ടാന്നായിരുന്നു തീരുമാനം എന്നാണ് അതിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അള്ളാൻ്റെ ഖുർആനുമ്മലാ കളിക്കണത്, അതും തൗഹീദുമ്മലാണ് കൈവച്ചത്. പിന്നെ ആ ആളുകളെ അള്ള വിടുവോ? നമ്മൾ ദുർബലരാണ്, അശക്തരാണ്, വിവരമില്ലാത്തവരാണ്, എല്ലാം സമ്മതിക്കാം. പക്ഷേ അള്ളാൻ്റെ തൗഹീദിനെ കൈവച്ച് അവൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചാൽ അവൻ വെറുതെ വിടൂല. അങ്ങനെ ചെയ്ത 10 മുതൽക്കുള്ള ആളുകളെയൊന്നും അവൻ വെറുതെ വിട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എന്താണെന്നറിയോ, വലിയ അത്ഭുതം തോന്നുകയാണ്. റബ്ബനസ്തംതഅ ബഅളുനാ ബിബഅളിൻ വബലഗ്നാ അജലനല്ലദീ അജ്ജൽത ലനാ ഖാലന്നാറു മസ്വാക്കും. ഈ ആയത്തിലെ ഈ ഭാഗം എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് ഞങ്ങൾ പരസ്പരം ഉപകാരം കൈമാറിയിട്ടുണ്ട് എന്ന ആയത്ത് ഇവിടെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർക്കാണ്, ഷിർക്കല്ല. ഞാൻ ചോദിച്ചു, ഒന്ന് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ അർത്ഥമുണ്ടോ? ആരാണ് അങ്ങനെ അർത്ഥം പറഞ്ഞത്? ഈ ആയത്ത് ഓതിയിട്ട് അങ്ങനെ ഒരു അർത്ഥം പറയാൻ ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ഷിർക്കാൻ ആയത്തിലില്ല. അത് അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല. 2, അയാൾ പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞത് എന്നാ. 2-3 വട്ടം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ അയാൾ പറഞ്ഞത്? നാസർ സുല്ലമിയുമായി നടന്ന സംവാദത്തിൽ അയാൾ പറഞ്ഞത് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എൻ്റെ മുമ്പിലെത്തിയിട്ട് ഹൽക്കിന് പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ ഖുർത്തുബിയിൽ എവിടെയാണുള്ളത്? അതൊന്ന് വായിക്കണം എന്നാ. ഖുർത്തുബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു സംവാദത്തിന് നേർക്ക് നേരെ ഏറ്റുമുട്ടുമ്പോഴുള്ള അവസ്ഥ. എന്നാൽ റബ്ബനസ്തംതഅ ബഅളുനാ ബിബഅളിൻ, മനുഷ്യന്മാരോട് അള്ളാൻ്റെ ചോദ്യം ജിന്നുകളോടാണ്. യാ വയൗമ യഹ്ശുറുഹും ജമീഅ, അള്ള അവരെ മുഴുവൻ മഅ്ശറയിൽ ഹാജരാക്കി. എന്നിട്ട് അള്ള ചോദിക്കുക, യാ മഅ്ശറൽ ജിന്ന്, അല്ലയോ ജിന്നുകളെ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴികേടിലാക്കിയല്ലോ, നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴികേടിലാക്കിയല്ലോ എന്ന് അള്ള ജിന്നുകളോട് ചോദിക്കുമ്പോൾ ആരാ മറുപടി പറയണത് അറിയോ? മുസ്ലിം ജിന്ന് എന്ന് പറയുന്ന കൂട്ടരാണ് മറുപടി പറയണത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്നിൻ്റെ മിത്രങ്ങളാണ് മറുപടി. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, അള്ള ജിന്നുകളോടാ ചോദിച്ചത്. മറുപടി പറയണതോ ജിന്നുകളായ മനുഷ്യന്മാരാണ് മറുപടി പറയുന്നത്. വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ജിന്നുകളുടെ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട മിത്രങ്ങൾ പറഞ്ഞു, റബ്ബനസ്തംതഅ ബഅളുനാ ബിബഅളിൻ, പടച്ചോനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം കൈമാറിയതാണ് എന്നാണ് മറുപടി. ഇത് കേൾക്കുമ്പോൾ അല്ല സാരല്ല, അത് ശിർക്കാവൂല, വസീലത്ത് ശിർക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹ,
നരകമാണ് നിങ്ങളുടെ മടക്കസ്ഥാനം, അഭയസ്ഥാനം. ആ നരകത്തിൽ ശാശ്വതമായി കഴിഞ്ഞുകൂടിക്കോളൂ എന്നാണ് അള്ളാൻ്റെ മറുപടി. ഈ ഇസ്തിംതാഴ് എന്ന് പറഞ്ഞാൽ പലതും പെടും. അതിൻ്റെ വാക്കർത്ഥത്തിലൊന്നും ഇവിടെ തർക്കമല്ല. ഇവിടുത്തെ തർക്കം എന്തായിരുന്നു അറിയോ? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ഷിർക്കാണോ എന്നാ. ഷിർക്കല്ല, വസീലത്ത് ഷിർക്ക് മാത്രമാണ് എന്നതിനാണ് ഈ ആയത്ത് ഓതിയത്. ഈ ആയത്ത് അതിന് തെളിവല്ല. ഈ ആയത്തിൻ്റെ പേരിൽ ഉദ്ധരിച്ച് ഇബ്നു അബ്ബാസിൻ്റെ പേരിൽ കളവ് പറഞ്ഞു. ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർത്തുബിയുടെ പേരിൽ കളവ് പറഞ്ഞു. ഖുർത്തുബിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. ഇനി വസീലത്തു ഷിർക്ക് എന്നുള്ളതിനാണ് തെളിവെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ ആ വസീലത്തു ഷിർക്ക് ചെയ്തു എന്നല്ലേ ഇവർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ കാല അന്നാറു മസുവാക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആര് പെടും? അഹ്മദ് ബിൻ ഹംബൽ പെടുന്ന് പറയേണ്ടി വരൂലേ? നഊദു ബില്ലാ, നമ്മളങ്ങനെ പറയില്ല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ മുവഹിദാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയതായി നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബലിൻ്റെ പേരിൽ കളവാരോപിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ പറയാണ്, എൻ്റെ ഉപ്പ 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പടച്ചോനെ എൻ്റെ മുഖം നീയല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് എൻ്റെ മുഖത്തെ നീ രക്ഷിച്ച പോലെ നീയല്ലാത്തവരോട് ചോദിക്കുന്നതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കണ അഹ്മദ് ബിൻ ഹംബൽ ജിന്നേന്ന് പറഞ്ഞ് ചോദിക്കുമോ? ജിന്നിനോട് സഹായം ചോദിക്കുമോ? നീയല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് എൻ്റെ മുഖത്തെ നീ രക്ഷിച്ച പോലെ നീയല്ലാത്തവരോട് ചോദിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് 5 നേരം നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാറുള്ള അഹ്മദ് ബിൻ ഹംബൽ. എന്നാൽ മകൻ പറഞ്ഞ ഈ റിപ്പോർട്ട് വിമർശന വിധേയമാണ്. ഏത്? മകൻ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, വാപ്പ വഴി തെറ്റിയപ്പോൾ യാ ഇബാദല്ലാ അയ്നൂനീന്ന് ഇങ്ങനെ പറഞ്ഞു, വഴി കാണും ചെയ്തു. അല്ലാതെ യാ ജിന്ന് അയ്നൂനീന്ന് ജിന്നിനോടല്ല പറഞ്ഞിട്ടുള്ളത്, മലക്കിനോടല്ല പറഞ്ഞിട്ടുള്ളത്. യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചത് അവിടെ കാണാത്ത വല്ല മനുഷ്യരും ഉണ്ടെങ്കിൽ ഒരു കണ്ട് വഴി പറഞ്ഞു തരട്ടെ എന്നായിരിക്കാം ഉദ്ദേശിച്ചത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. എന്നാൽ ആ റിപ്പോർട്ട് വിമർശന വിധേയമാണ് താനും. അഹ്മദ് ബിൻ ഹംബലിൻ്റെ തൗഹീദൊന്നും ആരും ചോദ്യം ചെയ്യണ്ട. അദ്ദേഹം ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞത് ഈ ആയത്ത് വസീലത്ത് ഷിർക്കിന് തെളിവാണെന്നും യാ ഇബാദല്ലാ എന്ന് വിളിക്കൽ വസീലത്ത് ഷിർക്കാണെന്നും അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള മഹാന്മാരത് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ ആയത്തിൽ എന്താ പറഞ്ഞത്? ഖാലന്നാറു മസ്വാക്കും ഖാലിദീന ഫീഹാ എന്നാണല്ലോ ആയത്തിലുള്ളത്. നഊദു ബില്ലാ. മഹാന്മാരായ ഇമാമുകളെപ്പറ്റി അങ്ങനെ ആരോപിക്കുന്നതിൽ നിന്ന് നാം പടച്ചവനോട് കാവലിന് തേടുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സഹോദരങ്ങളെ, തൗഹീദ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗഹീദ് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഒരു കളങ്കവും ചേരാൻ പാടില്ല. ഈ പുതിയ വസുവാസുകൾ പല രൂപത്തിലായി നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വസുവാസുമായി വന്ന ആളുകൾ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അന്ന് ശിർക്കാണ് എന്ന് പറയാൻ മടിച്ച ചില ആളുകൾ ഇന്ന് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പടച്ചവന് പേടിയുള്ള പല ആളുകളും തിരിച്ചു വരികയും അന്ന് പറഞ്ഞത് വലിയ അബദ്ധമായി പോയി എന്ന് മാറ്റിപ്പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഇന്ന് വളരെ വ്യക്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ മക്തി തങ്ങൾ തൊട്ട് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ വിഷമത്തോടുകൂടി അത്യാസന്ന നിലയിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ AP അബ്ദുൽ ഖാദിർ മൗലവി, തൗഹീദിൻ്റെ അജയ്യമായ ശബ്ദമായിരുന്നു അദ്ദേഹം. 10, 55, 60 വർഷക്കാലം അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പടവാളായി പ്രവർത്തിച്ച അദ്ദേഹം 50 വർഷത്തിലധികം കാലമായി ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ശിർക്കന്മാർക്കെതിരിൽ അതിശക്തമായി ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഈ അവസാന സമയം വരെ തൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ള തൗഹീദിനെതിരിലുള്ള മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടും അത്തരം വ്യാജവാദങ്ങളെ നേരിട്ടുകൊണ്ടും 10, 30, 35ഓളം വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്ത് യാഥാസ്ഥികരെ നേരിടുകയും ചെയ്ത ആ തൗഹീദിൻ്റെ ശബ്ദം ഇന്ന്
അദ്ദേഹം അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സർവശക്തനായ നാഥൻ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുത്തി. നമ്മോടൊപ്പം നാം ആഗ്രഹിക്കുന്നത് അതാണ്. കുറേ കാലം കൂടി നമുക്ക് നേതൃത്വം നൽകി, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി നമ്മോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തൗഹീദിന് സേവനം ചെയ്യുന്നവരാക്കി തീർക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കഴിഞ്ഞ ഇത്രയും 100 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു വാദമാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ഷിർക്കാണ് എന്ന്. വക്കം മൗലവിയുടെ, KM മൗലവിയുടെ, KP-യുടെ ഏതെങ്കിലും ഒരാളുടെ ഒരു വാചകം കാണിക്കാൻ കഴിയില്ല. KM മൗലവി പറഞ്ഞു, KP പറഞ്ഞു, MCC പറഞ്ഞു എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത്തരം ആളുകൾ നിങ്ങളെ വന്ന് വസുവാസാക്കുമ്പോൾ നിങ്ങളുടെ തൗഹീദാണ് നഷ്ടപ്പെടുന്നത്, അതിലൂടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്, ശാശ്വതമായ ജീവിതം പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ആ സംശയങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക. ഉറപ്പുള്ള വളരെ ദൃഢമായ ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും മഹത്തായ ഈ മാതൃസംഘടനയോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ഈ തൗഹീദി പ്രബോധന രീതിയിൽ മുന്നോട്ട് നീങ്ങുക എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം. ഒരു വാചകം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി സൂചിപ്പിക്കട്ടെ. മറ്റൊന്നുമല്ല, ചിലപ്പോൾ പലതരത്തിൽ ഇടക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് സാക്ഷികളാവുമ്പോൾ നമുക്ക് മനസ്സിന് മടുപ്പ് തോന്നും. എന്താണ് ഒരു ഖുർആനും സുന്നത്തും പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, തൗഹീദി പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു, ഈ പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞു, ഇതിൻ്റെ ഒരു പ്രവർത്തകനാകാൻ ആഗ്രഹിച്ചു, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി. പിന്നെയും ഈ പ്രസ്ഥാനത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നു. എനിക്ക് വല്ലാത്ത മടുപ്പ് തോന്നുന്നു. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാനാവില്ല, ഇനി ഞാനിതൊക്കെ ഉപേക്ഷിക്കുകയാണ് എന്ന് ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ വേദനയോടുകൂടി പറയുന്നത് കേൾക്കാൻ ഇടവരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, നിങ്ങൾ മടങ്ങേണ്ടത് ആദം നബിയുടെ അടുക്കലേക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്താൽ ആ ആദം നബി വളർത്തിയിടത്ത് നിന്ന് വഴുതിപ്പോയപ്പോഴാണല്ലോ നൂഹ് നബി വന്നത്. നൂഹ് നബി ശുദ്ധീകരിച്ച സമൂഹത്തിലേക്ക് ശിർക്ക് വന്നിട്ടാണല്ലോ അടുത്ത പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. ഈ മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനം ഈ 100 കൊല്ലത്തിനിടക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. CN-ഉം ചേകനൂരും മടവൂരും ഇങ്ങനെ പലതും ഇടക്കാലത്ത് പുതിയ ചിന്തകളുമായി വന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ ഈ പ്രസ്ഥാനം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് അടിസ്ഥാന ആദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോയതാണ്. ഇതുപോലുള്ള ഒരു പുതിയ വ്യതിയാനമാണ് ഈ കടന്നു വന്നിട്ടുള്ളതും. നമുക്ക് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതാണ് നാം ഓർക്കേണ്ടത്. ഇനിയും ഇതുപോലുള്ള വല്ല ദുരവസ്ഥകളും നമ്മുടെ പ്രസ്ഥാനത്ത് നേരിടുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും മൗനം പാലിക്കുകയല്ല, കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല, സത്യം തുറന്നു പറയണം, സത്യത്തിനു വേണ്ടി നിലകൊള്ളണം. ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞാൽ, സത്യത്തിൻ്റെ കൂടെ നിലകൊണ്ടാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. എനിക്ക് രക്ഷ വേണോ? ഞാൻ സത്യം ഉൾക്കൊള്ളണം, സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളണം. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ വല്ല അധികാരമോഹമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ആണോ എന്നുള്ള സംശയങ്ങളാണ് ചില ആളുകൾക്ക് ഉണ്ടാവാറുള്ളത്. അങ്ങനെയൊക്കെ ആദ്യത്തിൽ സംശയിച്ചിരുന്നവർക്കും ഈ കക്ഷി പരസ്പരം ഭിന്നിച്ചപ്പോൾ ഈ പണ്ഡിതന്മാരാണ് നേതൃത്വത്തിൽ വരേണ്ടതെങ്കിൽ ലജ്നയുടെ നേതൃത്വവും ദേവാസമിതിയുടെ നേതൃത്വവും ഒക്കെ പണ്ഡിതന്മാരാണെങ്കിൽ ഞാനും അസർഫും ഒക്കെ എങ്ങോട്ടാണ് പോവുക എന്ന് CP സലീമിൻ്റെ ചോദ്യം ക്ലിപ്പായി യൂട്യൂബിലും മറ്റും നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. അപ്പം ഞങ്ങളൊക്കെ എങ്ങോട്ടാണ് പോവുക, ഞങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നുള്ള ചിന്ത സത്യത്തിൽ ഇന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന മാതൃസംഘടന കൂടെ ഉള്ള ആളുകൾക്കല്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇപ്പോൾ
തെളിവ് പറയാതെ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സത്യത്തെ സത്യമായി കാണാനും നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്താനും നമ്മുടെ പരലോകത്തിനു വേണ്ടി സത്യം അത് അല്പമാളാണെങ്കിലും ആ സത്യത്തിൻ്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വ ആലിഹി വസഹാബത്തി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.